ശ്രീമദ് ഭാഗവതം ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, മാറ്റിയെടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൾദർശനം, ആന്തരിക ദർശനം, അതിലെ സത്ത്, ഇത് എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രായോഗികമാക്കണം. ഈ ഭാഗവതം രാമായണം എന്നൊക്കെ പറയുന്നത്, അത് പലരും അതിനെ വിമർശിക്കുന്നതൊക്കെ കാരണം അത് നമ്മളത് ഒരു ഇൻഫർമേഷനായിട്ടുള്ളൊരു സ്റ്റോറി മാത്രമായിട്ട് കാണുമ്പോഴാണ്. വാട്ട് ഈസ് എ പ്രൂഫ് ഓഫ് ഭാഗവതം എന്ന് വെച്ചാൽ നമ്മളത് ജീവിക്കുമ്പോഴാണ് അത് പ്രൂഫാവുന്നത്, അത് എവിഡൻസ് ആവുന്നത്. ഇപ്പം ഭാഗവതത്തിലൂടെ പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കും. അതിൽ ചില സന്ദേശങ്ങൾ എടുത്താൽ തന്നെ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. നോക്കൂ, ഇന്ന് മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ പ്രിൻസിപ്പിൾസ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളൊക്കെ പഠിപ്പിക്കണം, പല ടിപ്സുകളും പഠിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല അറിവുകൾ ആരോ എഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് കൊടുത്ത് അതിനെ പ്രായോഗികമാക്കുക ആൾക്കാർ. ഭാഗവതം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഒരു 90% ഭാരതത്തിലെ ഈ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ കടമെടുക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. പലപ്പോഴും അവർ തുറന്ന് എഴുതാറില്ല എന്ന് മാത്രം. എനിക്ക് തന്നെ അറിയുന്നൊരു ഡോക്ടർ വിജയനുണ്ട്, വലിയ വലിയ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ് അദ്ദേഹം, ട്രിവാൻഡ്രത്തുള്ള. 100-ൽ പരം പുസ്തകങ്ങൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് എഴുതിയത്. അദ്ദേഹം ആത്മാർത്ഥമായി പറയും, എൻ്റെ എല്ലാ പുസ്തകങ്ങളിലെയും കാതലായ സന്ദേശം ഗീതയിൽ നിന്നാണെന്ന്. കാരണം ഞാൻ ഗീത എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനത് ആ പുസ്തകം വിറ്റുപോവില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു കേരളമാണല്ലോ ഇത്. അല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ അതാണ്. ആ ഹിന്ദുവിൻ്റെ ഒരു അജ്ഞതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ മഹത്വം അങ്ങോട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ. അപ്പോൾ നമ്മൾ ഭാഗവതം തന്നെ നോക്കും, നിങ്ങൾ കുറച്ച് പ്രായമുള്ളവർ വായിക്കുന്ന പുസ്തകമായി മാറി. അപ്പോൾ ചെറുപ്പക്കാരുടെ വിചാരം എന്താണ്, അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചവരുടെ പുസ്തകമാണത് എന്നാണ്, ഇങ്ങോട്ടുള്ളവരല്ല. അല്ല, ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന ഭാഗവതം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കുറേ അമ്മമാരും മുത്തശ്ശന്മാരും അവരാണ് ഭാഗവതം കേൾക്കാനുണ്ടാവുക. അപ്പം നമ്മൾ ഉറപ്പിച്ചതാണ്, ഇവർ വിസയൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി ലാസ്റ്റ് പോവാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ പോവാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആണോ അല്ലയോ? സത്യം പറയും, ഇത് ചെറുപ്പക്കാർക്കുള്ളൊരു കൃതിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പ്രായമായാൽ ഈ ചാവാ നേരത്തെ കുഴിയിലേക്ക് കാല് നീട്ടുമ്പം ഭാഗവതം കേട്ടിട്ട്, ചില മാങ്ങയൊക്കെ ഉണ്ടല്ലോ മൂത്ത് പഴുത്ത് കണ്ണി അറ്റ് നിൽക്കാൻ നിൽക്കുന്നത്, ആ സമയത്ത് ഒരു കേൾക്കാനുള്ളൊരു സാധനമായിട്ടാണ് ആളുകൾ. അതുകൊണ്ടാണ് ഈ ആലപ്പുഴ, തിരുവനന്തപുരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സപ്താഹത്തിൻ്റെ അടുത്തേക്ക് പോലും വരാതെ ഊണും കഴിച്ചിട്ട് പോകുന്ന ആൾക്കാർ. കാരണം കണ്ണിയേറ്റ് വീണാലോ എന്ന് പേടിച്ചിട്ട്. ഇത് കേട്ടിട്ടെങ്ങാനും ഇനി മോക്ഷം കിട്ടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് അവരാ വഴിക്ക് വരില്ല. സപ്താഹം ഒരു ഭാഗത്ത് നടക്കുന്നില്ല, അവരപ്പുറത്ത് ഊണും കഴിച്ച് ഒറ്റ മുങ്ങലാണ്. എങ്ങാനും അതിൻ്റെ അടുത്ത് വന്ന മോക്ഷം കിട്ടുമെന്നൊരു പേടി. കാരണം ഇതിനെ അങ്ങനെ ഒരു കൃതിയാക്കി അവതരിപ്പിച്ചു. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ കുറച്ചൊരു സയൻസും ഇതിൻ്റെ പ്രായോഗികതയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭാഗവതത്തെക്കുറിച്ചൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ ഇത് കാലഘട്ടത്തെ അതിവർത്തിക്കുന്ന ഒരു ഉത്തമ ജീവിത ശാസ്ത്രമായി മാറും. ലോകത്തിൻ്റെ മുന്നിൽ നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു കൃതിയിൽ നിന്നും കാര്യങ്ങളെ ഉൾക്കൊള്ളണം, ചെറുപ്പത്തിലേ ഉൾക്കൊള്ളണം. ഭാഗവതത്തിലെ ഒരു പ്രസിദ്ധമായ വരിയാണ് കൗമാര ആചരേത് പ്രാജ്ഞ എന്ന്. കൗമാര ആചരേത് പ്രാജ്ഞ, ഇത് നമ്മൾ കേൾക്കും, പ്രഹ്ലാദൻ്റെ കഥയിൽ വരാൻ പോകുന്ന വരികളാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ വേണം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക ചെറുപ്പത്തിൽ തന്നെ. ഇപ്പം നമുക്കൊരു പുതിയ സയൻസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്, ഫാർമസി ഉണ്ട്, ഇങ്ങനെ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള പോലെ ഒരു ലൈഫ് സയൻസ്,
എന്താണ്? ലൈഫ് സയൻസ്, ജീവിതശാസ്ത്രം. അപ്പം ഈ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കണം ലൈഫ് എന്ന് പറയുന്നത് എന്താണ്. അതാണ് അടിസ്ഥാനം മനസ്സിലാക്കണം. ഇപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം മൈൻഡ് ഈസ് ലൈഫ് എന്ന്. എവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്? മനസ്സുണരുന്നിടത്തുനിന്നാണ് ജീവിതം തുടങ്ങുന്നത്. മനസ്സുണർന്നില്ലെങ്കിൽ എന്തില്ല, ലൈഫ് ഇല്ലേ നമുക്ക്. ശരിയാണോ ഞാൻ പറയണത്? ബ്ലൈൻഡ്ലി നിങ്ങൾ വിശ്വസിക്കേണ്ട, ബ്ലൈൻഡ്ലി നിങ്ങൾ എടുക്കണ്ട. മനസ്സുണർന്നാലല്ലേ ജീവിതമുള്ളൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കാലത്ത് മനസ്സുണർന്നില്ലെങ്കിൽ ജീവിതമുണ്ടോ? രാത്രി മനസ്സ് ഉറക്കത്തിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോയാൽ, ഉറക്കത്തിലേക്ക് പോയാൽ ലൈഫുണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ലൈഫിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഉണ്ടോ? അല്ലാത്തവർക്കും ഇല്ല. ഞാൻ എങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു പൊരുത്തൻ തുണിയില്ലാതെ കിടക്കണു. ഞാൻ വിചാരിച്ചു നാഗസന്യാസിയാണെന്ന്. അപ്പം സമാധിയിലായതവൻ. സർക്കാർ പിന്നെ അങ്ങനെ സമാധിയിലാക്കുന്ന സാധനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് നാഗസന്യാസിയുടെ ആവശ്യമില്ല. അത് നോക്കൂ നിങ്ങൾ. അപ്പം ആ മദ്യത്തിൻ്റെ ലഹരിയിലോ ഒരുത്തൻ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവന് ബോധമില്ലെങ്കിൽ ഉടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും അവൻ അറിയുന്നില്ല. അവൻ്റെ ലോകം വേറെയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് മനസ്സ് ഉണരുന്നതോടുകൂടിയാണ്. ആണോ? എന്താണ് മനസ്സ് എന്ന് പഠിക്കുന്നതാണ് ലൈഫ് സയൻസ്. എന്താണ് മനസ്സ്, എങ്ങനെയുള്ളൊരു മനസ്സാണെങ്കിലാണ് നമുക്ക് ഇവിടെ തന്നെ ആത്മശക്തി, ആത്മസുഖം, അതുപോലെ ആത്മശക്തി, ആത്മസുഖം, അതുപോലെ തന്നെ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ആത്മവികാസം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കുക വേണ്ടതല്ലേ? ഈ ഒരു വികാസം മനുഷ്യർക്കുണ്ടായാൽ, ഈ ഒരു വലിപ്പമുണ്ടായാൽ, നിങ്ങൾ നോക്കൂ, നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും എന്ന് മാത്രമല്ല ജീവിത പ്രതിസന്ധികളെ നമുക്ക് നേരിടാനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വയം ഒരു ആത്മസുഖത്തിൽ ജീവിക്കാനും സാധിക്കും. അത് ചെറുപ്പത്തിലേ അതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആത്മസുഖം ലഭിക്കുക? അപ്പം വേറെ ലഹരിയിലേക്ക് പോവില്ലേ മനുഷ്യൻ. അവരെ ലഹരിയിലേക്ക് വഴിതെറ്റിക്കാൻ ആർക്കും. ഇന്ന് ലഹരി അല്ല പ്രശ്നം. ലഹരി അന്നുമുണ്ട്, ലഹരി എന്നുമുണ്ട്. ലഹരി ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് അറിയില്ല, ലഹരി ലീഗലൈസ് ചെയ്തു അവർ. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അറിയൂ നിങ്ങൾക്ക്? മരിഞ്ചുവാന അവരുടെ ഭാഷയിൽ ഇതവർ ലീഗലൈസ് ചെയ്തു. കാരണം അവർക്ക് വേറെ വഴിയില്ല. കാനഡയിൽ ലീഗലൈസ് ചെയ്തു, ജർമ്മനിയിൽ ചില സ്ഥലത്ത് ലീഗലൈസ് ചെയ്തു. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ലഹരി ഇല്ലാത്തൊരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ വിക്റ്റിമാവാതിരിക്കാൻ അതിലും വലിയൊരു ലഹരിയാണ് ആത്മലഹരി. നിങ്ങൾ നോക്കൂ, ശരിക്കും സത്യം പറഞ്ഞാൽ കാലത്തെണീറ്റ് അമ്പലത്തിൽ പോവുക, കുറച്ചു നേരം ഒരു ജപിച്ച് അവിടേക്ക് ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാൽ അതിൻ്റെ ഒരു സുഖം തട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു ലഹരിയിലേക്ക് അത്ര എളുപ്പത്തിലൊന്നും കാരണം മനസ്സിലാവും. മറ്റ് ലഹരിയിലേക്ക് പോകുമ്പോൾ തന്നെ എവിടെയോ എനിക്ക് ചില വീഴ്ചകൾ, എവിടെയോ എനിക്ക് ദുർബലതകൾ, എവിടെയോ ചില തളർച്ചകൾ എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളത്. ആണോ അല്ലയോ? അതുകൊണ്ടല്ലേ ഈ ലഹരി ഉപയോഗിക്കുന്നവൻ ഒരു ദിവസം ഇതൊക്കെ വിട്ടിട്ട് നല്ല പാതയിലേക്ക് വരുന്നത്? ആണോ? എന്തുകൊണ്ടാണ് അവർക്ക് മനപരിവർത്തനം വരുന്നത്? മദ്യപാനികൾ മാറുന്നില്ലേ? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഈ ശബരിമല വ്രതം എടുക്കുമ്പോൾ ഈ മദ്യപാനികളുണ്ടല്ലോ, മദ്യം കഴിക്കുന്നവരൊക്കെ ശബരിമല വ്രതം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ സമയം സത്യം പറഞ്ഞാൽ അവർ പറയാണ്, ഈ കള്ളു കുടിക്കുന്നതിനേക്കാൾ ഒരു വലിയൊരു ആനന്ദമാണത്. മനസ്സിലായില്ലേ? ഒന്നിച്ചിരുന്ന് ഭജനകൾ പാടുന്നു, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ആണോ അല്ലയോ? ഇതൊരു ലഹരി തന്നെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ലഹരി. അതുകൊണ്ടാണ് ഇതിനെ ആനന്ദലഹരി എന്ന് എന്താ പറഞ്ഞത്? ആനന്ദലഹരി, ആത്മലഹരി. ആദിശങ്കരാചാര്യ സ്വാമികൾ പേരിട്ടിരിക്കുന്നത് സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി. കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ? കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. ഈ ഒരു രസം, ഈ ഒരു സുഖം മനുഷ്യൻ അനുഭവിക്കണം. അത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ വഴി തെറ്റിച്ചത്. കാരണം കുറച്ച് സമയം നിവർന്നിരുന്ന്
ജപിക്കുന്ന സംസ്കാരം വീടുകളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊരു സുഖത്തിലേക്കും ആത്മസുഖത്തിലേക്കും വരുമായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് ആ ആത്മീയത ഒട്ടുമില്ലാത്ത ഒരു അന്തരീക്ഷമായി പോയി ഹിന്ദുമതത്തിന്. ഇസ്ലാം മതത്തിന് നമ്മൾ നോക്കുക, ഒരു കാര്യമുണ്ട്, ഞാൻ അക്കാര്യത്തിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരാ രാവിലെ എണീറ്റുള്ള നിസ്കാരങ്ങളും ഖുറാൻ പഠനങ്ങളൊക്കെ കൊണ്ടു നടന്നതുകൊണ്ട് അവരിടയിൽ ആ ഐക്യവും ഒത്തൊരുമയും നമ്മളെക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഉണ്ടോ? അവരാ വളർന്ന് പന്തലിച്ച് ഇപ്പം അടുത്തൊരു ഇലക്ഷനിൽ അവരിപ്പോഴേ തീരുമാനിച്ചു മുഖ്യമന്ത്രി ഞങ്ങളുടെയാണെന്ന്. അതൊക്കെ പറയാൻ നോക്കൂ, ഹിന്ദുക്കളെക്കാളും ഭൂരിപക്ഷം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അവർക്കത് പറയാൻ സാധിക്കുന്നതെങ്കിൽ അവരുടെ ഇടയിലുള്ള ഐക്യബോധമാണ്. എന്നാൽ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്കത് പറയാൻ സാധിക്കാത്തതിന് കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെയൊരു ഐക്യമില്ല. അതവർ മതചടങ്ങ് കൊണ്ട് മാത്രം നേടിയെടുത്ത ഐക്യമാണ്. ആണോ? മതചടങ്ങ് കൊണ്ട് മാത്രം നേടിയെടുത്ത ഐക്യമാണ്. ആണോ അല്ലയോ? കാലത്തെണീക്കുക, അവരെ രാവിലത്തെ നിസ്കാരം ചെയ്യുക, ഖുറാൻ പഠിക്കുക, അതിന് ഗവൺമെൻറ് കൂടെ ഒരു സൗകര്യമൊരുക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഹിന്ദുവിൻ്റെ ടാക്സിൽ നിന്നും അവർക്കതിനുള്ള കുറച്ചൊക്കെ സൗകര്യങ്ങളും കൺസെഷനും ഒക്കെ കൊടുക്കുകയും ചെയ്തു. ആണോ അല്ലയോ? എന്നാൽ നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ എന്തെങ്കിലും സംവിധാനമുണ്ട്? അപ്പോൾ ഗുരുവായൂരിൽ 4-5 കോടി രൂപ വരുന്നതാണ് ഒരു മാസം. പക്ഷേ ഇവിടെ എത്രയോ വ്യത്യാസമുണ്ട്. ഗുരുവായൂരിൽ പണ്ടത്തേതിനേക്കാളൊക്കെ എത്രയോ വ്യത്യസ്തമാണ്. നാരായണീയത്തിന് വേണമെങ്കിൽ നന്നാവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ ഹിന്ദുവിന് നന്നാവാനുള്ളൊരു യോഗം ഇല്ല. എല്ലാവർക്കും തൊഴുതുപോയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരു നാമജപ സംസ്കാരം, ഒരു ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിൽ ഹിന്ദുക്കൾ വളരെ 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 പുറകിലാണ്. ഇതിൽ നമ്മൾ തന്നെ മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഹിന്ദുമതത്തിന് രക്ഷപ്പെടാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കും. അതിനാണ് നിങ്ങളൊക്കെ ഈ ഭാഗവതം കേൾക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ, നമ്മൾ ചെറുപ്പക്കാർ കുറച്ചുപേര് ഇതൊന്ന് വായിക്കാനും ഇത് പഠിക്കാനോ ഒന്ന് മുന്നോട്ട് വന്നാൽ നല്ല അവസരങ്ങളുണ്ട്. നല്ല അവസരങ്ങളുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യും, അല്ലേ? കുറേയൊക്കെ ലൈഫിൽ ചില മാനേജ്മെൻറ്റുകൾ. എന്ന് മാത്രമല്ല, നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഈ കാര്യം പഠിക്കുകയും അല്ലെങ്കിൽ നിങ്ങളിത് വായിക്കുകയും 10 പേർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി ആരാന്നറിയോ? നിങ്ങളാണ്. കാരണം ഇത് പറഞ്ഞു കൊടുക്കും തോറും ഇത് പ്രിൻ്റ് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ആർക്കായിരിക്കും? ഞാൻ ഈ ഭാഗവതം ഇങ്ങനെ എക്സോസ്റ്റ് ചെയ്ത് പഠിച്ച ആളൊന്നുമല്ല, ഉള്ളു പറയാലോ. ഇത് പറഞ്ഞിട്ട് പ്രിൻ്റ് കയറുന്നതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ ഉള്ളിൽ കയറിയതല്ലത്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അവനവൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പമായൊരു വഴി ആരാത്? അവനവൻ തന്നെയാണത്. അവനവനാണ്. നമ്മൾ 10 പേർക്ക് ഒരു ക്ലാസ് എടുക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഇതങ്ങനെ ശീലമാകുമ്പോൾ ജീവിതത്തിൽ തന്നെ അത് ഒരു മാറ്റമായി മാറും. പക്ഷേ അതിനൊരു ധൈര്യം കാണിക്കണം. എല്ലാവരും പറയുന്നത് അറിയോ? എനിക്ക് പറഞ്ഞു കൊടുക്കണമൊക്കെന്നുണ്ട്, പക്ഷെ ആളെ കിട്ടില്ല എന്ന്. നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കൂ, കുറച്ച് വായിക്കൂ, കുറച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് ഇത് പ്രചരിപ്പിച്ചെടുക്കേണ്ടത്. ഈ കേരളത്തിൽ ഹിന്ദുക്കളൊന്ന് ഉണരാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇന്ന് ഹിന്ദുവിന് നല്ല കാലാവസ്ഥയുള്ളൊരു കാലമാണ്. കാരണം സത്യത്തിൽ പണ്ടത്തേതിനേക്കാളും ഇന്ന് ഇതിലേക്കുള്ളൊരു താല്പര്യം ആളുകളിൽ ഞാൻ കൂടി വരുന്നതാണ് കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സ്ഥലം, ഞാൻ കാഞ്ഞങ്ങാട് സപ്താഹം നടത്തട്ടെ കടൽത്തീരത്ത്. ഇപ്പം സംഘാടകർ അവിടെ പന്തലൊക്കെ ഇട്ടുണ്ടെങ്കിലും ഒരു മാക്സിമം പോയാൽ അവർ പറഞ്ഞു സ്വാമിജി ഒരു 2000 പേരൊക്കെ വരിയിരിക്കുന്നു. പക്ഷെ ഒരു 5000-ത്തിലധികം ആളുകൾ, ആ കടലിൻ്റെ പോലെ തന്നെ ആൾക്കാർ. ഇത് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും ജനങ്ങൾ ഇതിലേക്ക് വരൂ എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്കറിയാം, ആ ഭാഗങ്ങളൊക്കെ CPM-ൻ്റെ അടി ഉറച്ച സ്ഥലങ്ങൾ വേണം. അവർക്ക് അത്രയും വിശ്വാസമില്ലാത്തൊരു സ്ഥലം, ഇവരൊക്കെ വരൂ ഇതിലേക്ക്.
അപ്പം CPM പൊതുവെ ഇക്കാര്യത്തിലൊരു അത്ര ഒരു ഫേവറബിൾ മൈൻഡ് കാണിക്കുന്നവരല്ലല്ലോ എന്നുള്ളൊരു ബോധത്തിൽ. പക്ഷെ അവരുടെ കണക്കുകൂട്ടുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് 4000-5000 ആളുകൾ, അതും ആ ഊണിനൊക്കെ നിർത്തുന്നത് വരെ ഒരാളും അവിടെ നിന്ന് എണീക്കില്ല. അതാണ് അത്ര ഒരു ഡിസിപ്ലിൻഡ് ക്രൗഡ്. മനസ്സിലായില്ലേ ഞാൻ പറയണത്? എൻ്റെ കണ്ട് നേരിട്ട് അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതും തന്നെ മനസ്സിലാക്കിക്കൂടെ നിങ്ങൾക്ക്? കേരളത്തിൽ ഒരു ആത്മീയതയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് വളരെ കൂടിക്കൂടി വരികയാണ്. എന്നാൽ നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് വളരെയധികം അകന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സത്യം കൂടി നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവർ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്കും അവർ DJ പാർട്ടികളിലേക്കും, മനസ്സിലായില്ലേ, അവർ വേണ്ടാത്ത കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം പണ്ടത്തേതിനേക്കാളും. ഒരു വശത്ത് വേറൊന്നാണെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഉള്ള കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, അവർക്കാണ് വളരെ വൈകി കല്യാണം. ആണോ? ഹിന്ദുക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യത്തിൽ, ആണോ അല്ലയോ? അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ആത്മീയമായ ഒരു ബന്ധം, എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അച്ഛനമ്മമാരോടുണ്ടായിരുന്ന ബന്ധം ശരിക്കും ഒരു ബ്ലഡ് റിലേഷൻ ആയിരുന്നില്ല. അത് കാരണം സന്ധ്യയ്ക്കൊക്കെ നാമം ചൊല്ലി ഉണ്ടാക്കിയെടുത്ത ഒരു ആത്മീയമായൊരു ബന്ധമായിരുന്നു. ഇന്ന് അച്ഛനമ്മമാർക്ക് മക്കളോട് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതിന് കാരണം മക്കളും അച്ഛനമ്മമാരും തമ്മിൽ ഒരു ആത്മീയ ബന്ധം പണ്ടത്തെ പോലെ ഇല്ല. ശരിയാണോ ഞാൻ പറയണത്? ശരിയാണോ? ഇത് നമുക്ക് തിരിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ചോർന്നു പോവുക അല്ലെങ്കിൽ ഒലിച്ചു പോവുക എന്നൊക്കെയുള്ള ഭാഷ പറയില്ലേ? ഇന്ന് ഹിന്ദുവിനത് അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നമ്മൾ നമ്മുടെ അസ്തിത്വം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വക്കിലെത്തി നിൽക്കുക. നിങ്ങൾക്ക് അറിയില്ല, പോപ്പുലേഷൻ എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഒരു 50% നിന്നും താഴെ പോകുമ്പോൾ കുറേ കഴിഞ്ഞാൽ നമ്മളിവിടെ മൈനോറിറ്റിയായി മാറുന്നത് അതിവിദൂരതയിലല്ല എന്ന് ചിലരൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഹിന്ദുമത സമ്മേളനം ഉണ്ടായിരുന്നു ആറാട്ടുപുഴയിൽ വെച്ചിട്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ ഒരു റിട്ടയേർഡ് SP അദ്ദേഹമായിരുന്നു ആ സംഗമത്തിൻ്റെ ഒരു സഭയിലെ പ്രാസംഗികൻ, പ്രധാന സ്വാഗത പ്രാസംഗികൻ. SP ആണ് അദ്ദേഹം. കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുകയാണ്. SP ആണ്, റിട്ടയേർഡ് SP ആണ്. അദ്ദേഹമാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നത്, ഇങ്ങനെ പോയാൽ ഇത്ര വർഷം കൊണ്ട് ഹിന്ദു ഒരു മൈനോറിറ്റിയായി തീരുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രാസംഗികനെയാണെങ്കിൽ നമുക്ക്, ഒരു RSSകാരനോ BJPക്കാരനോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഹിന്ദുവിനോടുള്ള അമിതമായൊരു ഇഷ്ടം കൊണ്ടാണെന്ന്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ആൾ ഓരോ ജില്ലയിലെയും കണക്കുകൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക. വളരെ മാത്തമെറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കാണ് അവതരിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഇരുന്ന് ഞെട്ടിപ്പോയി, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻഫർമേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കും ഹിന്ദുവിൻ്റെ അവസ്ഥ ഓരോ ജില്ലകളിലും. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഹിന്ദുക്കൾ വളരെയധികം ഇപ്പോൾ സ്വാർത്ഥതയിലേക്ക് നമ്മുടെ തലമുറ സ്വന്തം കാര്യങ്ങൾ നോക്കുക. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ എപ്പോൾ കല്യാണം കഴിക്കണം ഞാൻ തീരുമാനിക്കും. വേണോ? അങ്ങനെയല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? ആണോ? അച്ഛനും അമ്മയ്ക്കും കുട്ടികളോട് പറയുന്നതിലൊക്കെ ഒരു പരിധി വന്നു കഴിഞ്ഞു. ഉണ്ടോ ഇല്ലയോ? കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളിവിടെ താമസിക്കില്ല, ഞങ്ങൾ പോയിക്കോളാം. കാരണം ഇന്ന് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സമ്പത്തുണ്ട്. വിമൻസ് ഹോസ്റ്റലുകളുണ്ട്. ആണോ അല്ലയോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് പറയൂ, ഞങ്ങൾ വേറെ താമസിക്കാമെന്ന് പോലും പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് നമ്മുടെ തലമുറകൾ വളർന്നിരിക്കുകയാണ്. ശരിയാണോ ഞാൻ പറയണത്? എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും കൂട്ടുകുടുംബം ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിൽ, ഹിന്ദു സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി അവരുടെയിൽ അറിയോ? നിങ്ങൾക്കതറിയോ? കൂട്ടുകുടുംബം ഉണ്ട് എന്നുള്ളത്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയൊക്കെ അവർ സംരക്ഷിക്കും. അവരൊന്നും ഓൾഡ് ഏജ് ഹോമിൽ പോവാറില്ല. ഉണ്ടോ? എന്നാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ കുട്ടികളോട് കണക്റ്റഡ് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്ന് അച്ഛനമ്മമാർ കംപ്ലീറ്റ്ലി ഉറക്കെ പറയൂ വിട്ടുപോകും. ഈ ഒരു ദുരന്തം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വളർന്നു വരുന്ന തലമുറയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? ഉണ്ടോ ഇല്ലയോ?
നിങ്ങൾ നോക്കൂ, കാശ്മീരിൽ നിന്നൊക്കെ അതാ പാഠം പഠിക്കേണ്ടത്. കാശ്മീരിലെ ബ്രാഹ്മിൻസ് അവരവരുടെ വേദമന്ത്രങ്ങളും പൂജകളും മുറിയിലകത്ത് ചെയ്തപ്പോൾ അവരറിഞ്ഞില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ യൂണിറ്റിയും അവരിടയിൽ അവരെ പള്ളികൾ കെട്ടിപ്പൊങ്ങി വരുന്നു. മനസ്സിലായില്ലേ? അവരിൽ തീവ്രവാദം വളരെയധികം സ്വാധീനിക്കുന്നത് ഇവർ ശ്രദ്ധിച്ചില്ല. ഇവർ വിചാരിച്ച് ഈ മണിയടിച്ചാൽ കൃഷ്ണനൊക്കെ നോക്കിക്കൊള്ളുന്നു. പിന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് മകളെ ബലാത്സംഗം ചെയ്യുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഇവനെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇതൊരു കൃഷ്ണനും ഇടപെടാൻ പറ്റില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അവരവർ തന്നെയാണെന്ന്. പക്ഷേ അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയി. കാരണം ഒരു തീവ്രവാദ സംഘത്തിൻ്റെ ശക്തി ക്രമാതീതമായി വർദ്ധിച്ചുപോയി. അവർക്ക് വെട്ടാനും കൊല്ലാനും ബോംബെറിയാനും യാതൊരു മടിയില്ലാത്തതായി. അവസാനമൊക്കെ പലായനം ചെയ്യേണ്ടി വന്നു. ഡൽഹിയിൽ, ഓൾഡ് ഡൽഹിയിൽ അവിടുത്തെ ഒരു സ്ട്രീറ്റിൻ്റെ പേര് കാശ്മീർ പണ്ഡിറ്റ് സ്ട്രീറ്റ് എന്നാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ അഭയം തേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജമ്മുവിൽ പോയി കഴിഞ്ഞാൽ അവിടെയും കാണാം കാശ്മീർ പണ്ഡിറ്റിൻ്റെ ഒരു കോളനികളായിട്ടുള്ള സ്ഥലം. മനസ്സിലായില്ലേ? പലായനം ചെയ്യേണ്ടി വന്നു, ഓടേണ്ടി വന്നു. ഇന്ന് നിങ്ങൾക്കറിയോ ജമ്മു കാശ്മീരിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ 1% ആളുകൾ ആ സിറ്റിയിൽ കുറച്ച് പേരുണ്ട്. ബാക്കിയൊക്കെ ഓടേണ്ടി വന്നു. ഇപ്പോഴും തിരിച്ചു വരാൻ ഒരു ധൈര്യം കാണിക്കുന്നില്ല. കാരണം എപ്പോഴാണ് യൂണിറ്റി ഇല്ല, അതാ പ്രശ്നം. എന്നാൽ മറ്റുള്ളവർ ആ യൂണിറ്റിയിലേക്ക് വളർന്ന് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇത് നമുക്കിതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഹിന്ദുക്കളിൽ ഒരു അവബോധം ഉണ്ടാവണം. വേണോ വേണ്ടയോ? പറയൂ നിങ്ങൾ. ഇതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കഥയും പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾ നേരെ ഒന്ന് കഥ കഴിയുന്നുള്ളത് ഉറപ്പാണ്. ഒരു കഥയുള്ളവരാക്കി തീർക്കുക, ഒരു കഥയുള്ള സമൂഹത്തെ ചിത്രീകരിക്കുക, വാർത്തെടുക്കുക. അതിന് നമുക്ക് കുറച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കേണ്ടതുണ്ട്. വേണ്ടേ? നിൽക്കട്ടെ. നമുക്ക് ഭാഗവതത്തിലെ 5-ാം സ്കന്ധത്തിൽ 22-ാമത് അധ്യായത്തിൽ ഭൂഗോള വർണ്ണനയെക്കുറിച്ച് പറയും. നോക്കൂ, ഇത്രയും ഗംഭീരമായി സയൻറ്റിഫിക്കലി ആത്മീയത അവതരിപ്പിച്ച ഒരു കൃതി ലോകത്തിലുണ്ടാവില്ല. 5-ാം സ്കന്ധത്തിലെ 22-ാം അധ്യായത്തിൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, നിങ്ങൾക്ക് 2nd ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ്. 2ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ യഥാ കുലാലചക്രേണ, കാണുന്നുണ്ടോ? അങ്ങനെ ശ്ലോകം 22-ാമത് അധ്യായം 5-ാം സ്കന്ധം 22-ാമത് അധ്യായം 2-ാം ശ്ലോകം യഥാ കുലാലചക്രേണ ഭ്രമദാ സഹഭ്രമദാം തദാശ്രയാണം പിപീലികാദീനം ഗതിരന്യവ. ഇത്രയും നോക്കേണ്ടതുള്ളൂ. എന്താ പറയണത്? ഈ പ്രപഞ്ചം എന്ന് പറയണത് ഭ്രമദാം. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചം എന്ത് ചെയ്യണോ? ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭ്രമണം ചെയ്യുക പറഞ്ഞാൽ പറയൂ, കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് വേൾഡ് അല്ല. ഇതെപ്പോഴും കണ്ടിന്യൂസ്ലി ഡൈനാമിക് വേൾഡാണ്. ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണെന്ന് ഐൻസ്റ്റീനിയൻ യുഗത്തിൽ അപ്പോഴാണ് ഇത് സയൻസ് കണ്ടെത്തിയത്. ഇതൊരു ചലിക്കുന്നതാണെന്ന് ഈ സയൻസിന് കണ്ടെത്താൻ എത്രയോ യുഗങ്ങൾ എടുക്കേണ്ടി വന്നു. എന്നാൽ 5000 വർഷം മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ ചലനാത്മക പ്രപഞ്ചമാണെന്ന് ഭാഗവതത്തിൽ കണ്ടില്ലേ? ഭ്രമദാം. ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, സയൻസ് പറയുന്നത് ഓരോ ആറ്റങ്ങളിലും ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണൊക്കെ എല്ലാം എന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കി എന്താ അറിയോ? ഈവൻ ക്രിസ്ത്യൻ അവരുടെ ആദ്യകാലത്തെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ എഴുതിയത് ഭൂമി പരന്നതാണെന്നും ഭൂമി ചലിക്കാത്തതാണെന്നൊക്കെ എഴുതി വെച്ചത് ആണോ? കേട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? എന്നാൽ ഹിന്ദു ഗ്രന്ഥത്തിൽ ഈ ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പ്രപഞ്ചം ഒരു ഭ്രമണ സ്വഭാവം ഉള്ളതാണ്. അപ്പം ഭ്രമണം എന്ന് പറഞ്ഞാൽ തന്നെ കറങ്ങുക എന്ന് പറഞ്ഞാൽ
അപ്പോൾ യൂണിവേഴ്സ് മൊത്തം അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം? അതിന് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ എങ്ങനെയിരിക്കണം? ഒരു വൃത്താകൃതി അല്ലെങ്കിൽ ഗോളാകൃതിയിലായിരിക്കണം അല്ലേ? അപ്പോഴല്ലേ കറങ്ങുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒഴുകുക എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. നീളത്തിലായിരുന്നെങ്കിൽ ഇത് കറങ്ങുക എന്ന് പറഞ്ഞാൽ ചക്രമല്ലേ കറങ്ങുക? ഭ്രമണം എന്ന് പറയുന്നത് ചക്രത്തിനല്ലേ പറ്റുള്ളൂ, ആണോ? പറയൂ നിങ്ങൾ. അപ്പോൾ ഈ പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ചലനാത്മക പ്രപഞ്ചത്തിൽ ശ്രദ്ധിക്കണം. ഇതെന്തിനാ ഋഷി എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ, ചലനാത്മക പ്രപഞ്ചത്തിൽ ചലനത്തിൻ്റെ സ്വഭാവമാണ്. ചലനം അതിൻ്റെ ഉയർച്ചയിലേക്കും പോകും, താഴ്ചയിലേക്കും പോകും. നിങ്ങളൊരു പമ്പരം എടുത്ത് കറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു മുകളിലേക്ക് റൈസിങ്, പിന്നെ അത് താഴോട്ട്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു ഉയരത്തിലേക്കും താഴോട്ടും. അതാണ് ഈ കറക്കത്തിൻ്റെ ഒരു സ്വഭാവം, ചലനത്തിൻ്റെ ഒരു സ്വഭാവം, ആണോ? ഇത് തന്നെയാണ് ജീവിതവും. എന്താണ്? ഇതെല്ലാം രൂപങ്ങളായി ഉണർന്നു വരുന്നു, ഉയർന്നു വരുന്നു, വീണ്ടും അത് ഊർജമായി പുറകോട്ട് പോകുന്നു. തിരമാലകൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നു, തിരിച്ച് കടലിലേക്കത് പോകുന്നു. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ഉണ്ടായി മറയുന്ന ഒരു നിരന്തരമായ ചലനമാണ്. രൂപങ്ങൾ വികസിച്ച് വരുന്നു, ക്രമേണ അത് സങ്കോചിച്ച് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അത് പോകുന്നു. കൃഷ്ണൻ ഇതിനെ പറയും ആഗമ അപായിനോ അനിത്യ എന്നാണ്. ഇത് ഉണ്ടാവുക, കുറച്ചു കാലം നിലനിൽക്കുക, ഇത് തിരിച്ചു പോവുക. അപ്പം നമുക്കെപ്പോഴും ബോധം വേണം, നാം ഇവിടെ പെർമനൻ്റ് വിസ എടുത്ത് എന്താണെന്ന് മിണ്ടാത്തത് വന്നതല്ല. ഇവിടെ കുറച്ചു കാലം താമസിച്ച് ഒരു ദിവസം ഇവിടെ നിന്ന് കാലം നമുക്ക് ബൈ ടിക്കറ്റ് എടുത്തു തരും. അപ്പോൾ പോവേണ്ടവരാണെന്നൊരു ബോധം നമ്മളിലുണ്ടാകണം. വേണ്ടേ? ഇത് ഇവിടെ അഴിച്ചിടേണ്ട ഒരു വസ്ത്രത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അസ്ഥിരതയും. എന്നാൽ അടുത്ത വരി പറയുകയാണ് പിപീലികാദീനാം. ഒരു ഉറുമ്പ് എപ്രകാരമാണോ, ഇതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഉറുമ്പ് എപ്രകാരമാണോ കുലാലചക്രത്തിൽ, കുലാലചക്രം എന്ന് പറഞ്ഞാൽ ഒരു കുശവൻ്റെ മൺകലമുണ്ടാക്കുന്ന ആളുകളാണ് കുശവന്മാർ. അവരുടെ ഈ കലമുണ്ടാക്കാൻ വേണ്ടി അവർക്കൊരു ചക്രമുണ്ട്. ഈ ചക്രത്തിൽ ഒരു ഉറുമ്പ് പെട്ടാൽ ആ ഉറുമ്പിൻ്റെ ഗതി അന്യവ എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ആ ഉറുമ്പിന് ചക്രത്തിനനുസരിച്ചും കറങ്ങാം, വേണമെങ്കിൽ ചക്രത്തിൽ നിന്ന് പതുക്കെ ആ ചക്രത്തിൻ്റെ പിടിയിൽ നിന്നും അതിന് പുറത്തേക്ക് കിടക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യ മനസ്സിന് ഈ കറക്കത്തിനോടനുബന്ധിച്ച് അങ്ങനെ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് കടന്നു പോവാം. അല്ലെങ്കിൽ ആ മനസ്സിനെ നമുക്ക് ഈ കറക്കത്തിൻ്റെ ഗതിയിൽ നിന്ന് പതുക്കെ അതിൽ നിന്നും ഉയർത്തി മാറ്റി കൊണ്ടുവരാനും സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. മനസ്സിനെ ജീവിതത്തിൻ്റെ കറക്കങ്ങൾക്ക് അനുസരിച്ച് പോകുമ്പോഴും ആ കറക്കത്തിൻ്റെ ദുരിതങ്ങളൊന്നും ബാധിക്കാത്ത വിധത്തിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനം. മനസ്സിലായില്ല? അതായത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പലതിലൂടെയും കടന്നു പോകുമ്പോൾ അതെല്ലാം മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുമ്പോൾ അതൊന്നും ബാധിക്കാത്ത വിധത്തിൽ മനസ്സിൻ്റെ ഗതി അതിൽ നിന്നും മാറ്റിയെടുക്കുക. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ഈ കള്ളികൾ വരച്ച് ചാടുന്നൊരു കളി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, അല്ലേ? ആണോ? കള്ളികളൊക്കെ വരച്ച്. അപ്പോൾ ചില കള്ളികൾ ചവിട്ടാൻ പാടില്ല, അത് ചവിട്ടിയാൽ നിങ്ങൾ ഔട്ടാണ്. ഉണ്ടായിരുന്നോ? അപ്പോൾ ആ കള്ളി ചവിട്ടാതെ അടുത്ത കള്ളിയിലേക്ക് ചാടണം. അങ്ങനെ ഒരു കളികളൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? ഉണ്ടായിരുന്നോ? അപ്പം തൊടാൻ പാടില്ലാത്ത കള്ളികളെ തൊടാതെ അപ്പുറത്തേക്ക് ചാടുന്ന പോലെ മനസ്സിനെയും ഇതുപോലെ പാകപ്പെടുത്തി എടുത്തിരുന്നെങ്കിൽ നമ്മളെ ഈ ജീവിതത്തിൻ്റെ
ദുരിതങ്ങളോ ദുഃഖങ്ങളോ ബാധിക്കില്ലായിരുന്നു. അപ്പോൾ മനസ്സിനെ അത്തരത്തിലൊന്ന് പരിശീലിപ്പിക്കുക. എങ്ങനെ? ഈ ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ബാധിക്കാത്ത വിധത്തിൽ പരിശീലിപ്പിക്കുക. അതാണ് ഒരു ഉറുമ്പിന് സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉറുമ്പിന് വേണമെങ്കിൽ പതുക്കെ 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 ചക്രത്തിൽ നിന്ന് നടന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് ചക്രത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തു കടക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ബോധമണ്ഡലം, മനുഷ്യൻ്റെ ബോധശക്തി അവന് ഏത് തരത്തിലുള്ള ദുരിതങ്ങളെയും മറികടക്കാൻ ശക്തി തരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നമുക്കത് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ പൊതുവെ കരുതിയിരിക്കുന്നത് മാനസികമായി നമ്മൾ വളരെ അവശരും അസ്വസ്ഥരും ദുർബലരും ആണെന്നാണ്. മനസ്സ് വളരെ ദുർബലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. കൂടുതലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന എന്താണ്? ഭഗവാനെ, എനിക്കൊന്നിനുമുള്ള ശക്തിയില്ല, ഈ ശക്തിയൊക്കെ അങ്ങ് തരണം. ഭഗവാൻ പറയും, ഞാൻ ഹോർലിക്സിൻ്റെ കച്ചവടക്കാരനല്ല, എനിക്ക് ബൂസ്റ്റും ഹോർലിക്സും ഒന്നും ഞാൻ വിൽക്കാറില്ല, അപ്പോൾ എനിക്കൊന്നിനും ശക്തിയില്ല, എനിക്ക് മനോബലമില്ല, ഇല്ലേ? അപ്പോൾ മനുഷ്യൻ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ത്? മെൻ്റലി നമ്മളത്ര ഉറക്കെ പറയൂ, സ്ട്രോങ് അല്ല എന്നുള്ള. ഈ മെൻ്റലി സ്ട്രോങ് അല്ല എന്ന് എപ്പോഴാണ് അറിയോ? ആർക്കും വേണ്ടാതെ വരുമ്പോഴാണ്. അതുവരെ എന്താ വിചാരം? ദൈവം കൂടെ ഉണ്ടെന്നല്ല, എൻ്റെ കൂടെ ജോലിയുണ്ട്, എൻ്റെ കൂടെ പൈസയുണ്ട്, എൻ്റെ കൂടെ ബന്ധുക്കളുണ്ട്, ഇല്ലേ? ആണോ? പലരും ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു പയ്യനുമായിട്ട് ഇഷ്ടപ്പെട്ട് അവൻ കുറച്ച് കൊഞ്ചുന്ന വർത്തമാനമൊക്കെ പറഞ്ഞു, ഇവളെ എങ്ങനെ തലയിൽ വെച്ചു, നീ ഭൂമിയിലിരുന്നാൽ ഭൂമിയിലെ മാലാഖയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രേമത്തിൽ അങ്ങോട്ട് മുഴുകുമ്പോൾ ഈ പെൺകുട്ടിയുടെ ധാരണ നോക്കൂ നിങ്ങൾ. 10, 18, 25 കൊല്ലം അച്ഛനും അമ്മയും കൊണ്ടു നടന്നാണ്. പറയുക, നിങ്ങൾക്കൊന്നും അല്ല സ്നേഹം, അവനാണ് സ്നേഹം എന്നാണ്. കാരണം ഇതുവരെ നിങ്ങൾ പറയാത്ത വാക്കുകളൊക്കെയാണ് ആര് പറഞ്ഞത്? അവൻ പറഞ്ഞിരിക്കുന്നത്. മാലാഖ എന്നൊക്കെ അവൻ പറഞ്ഞു. നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ കുരുത്തം കെട്ടവളെന്നല്ലാതെ ഉത്തരവാദിത്തം ഇല്ലാത്തവളെന്ന്? ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ മാലാഖ എന്ന് വിളിക്കണു. നീ ഭൂമിയുടെ ഒരു പ്രതീക്ഷയാണ്. എന്നാൽ ഈ പൊട്ടൻ എന്തിനാ ഇത് വിളിച്ചിരിക്കുന്നത്? ഈ പൊട്ടത്തിക്ക് വല്ല വിവരമുണ്ടോ? വല്ല വിവരമുണ്ടോ? ഒരു 2 മാസം കഴിഞ്ഞ് ഇവൻ്റെ കൂടെ ഒന്ന് ചേർന്ന് ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുക. അതും വല്ല ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ടാവും. അതും കൂടിയാകുമ്പോൾ പിന്നെ ഇവനത് വെച്ച് അതിനെ ഒരു പണിയാക്കി ഒരു ദിവസം പിന്നെ പത്രത്തിൽ കാണുന്നത് തൂങ്ങിയെന്നാണ്. ഇവൻ്റെ സ്നേഹം സഹിക്കവയ്യാതെയായിട്ട്, തലയിൽ അങ്ങോട്ട് എടുക്കാൻ വയ്യാതെയായിട്ട് ഒരു ദിവസം ഇല്ലേ, തൂങ്ങുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം എന്താണ് അതിനൊക്കെ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കറക്കത്തിൽ ഇതെല്ലാം ശരിയാണ് എന്നൊരു തോന്നൽ അങ്ങോട്ട് തലയിൽ കയറുകയാണ്. ഇതല്ല, ഇതൊരു അപകടമാണ്, ഇതിലെന്തോ ഒരു ചതിയുണ്ടോ, ഇതിലെന്തോ ഒരു വഞ്ചനയുണ്ടോ എന്നൊട്ടും അറിയുന്നില്ല. രാവണൻ സീതാദേവിയെ കാണുമ്പോൾ എന്താ പറയുന്നത്? എന്തൊരു സൗന്ദര്യമാണ് ദേവി. സന്യാസിയാണ്, പുറത്ത് ഭിക്ഷയ്ക്ക് വന്ന ആളാണ്. പക്ഷെ ഭിക്ഷയുടെ കാര്യം നല്ല പറയുന്നത്, എന്തൊരു നല്ല സൗന്ദര്യമാണ്. ആ രാമന് ഒരു ഉത്തരവാദിത്വമില്ലല്ലോ ദേവി ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം രാമനിൽ നിന്നും സീതയെ അകറ്റി, പിന്നെ സീതയെ എങ്ങനെങ്കിലും അപഹരിക്കുക എന്നുള്ള നോക്കൂ നിങ്ങൾ, ആ ഒരൊറ്റ രംഗം വായിച്ചാൽ ഇന്നത്തെ കുട്ടികളുടെ ജീവിതം മനസ്സിലാവും. ആ സുരക്ഷയുമായിട്ട് നിന്ന ലക്ഷ്മണനെ ചീത്ത വിളിച്ച് ഓടിച്ച് തന്നെ അപഹരിക്കുന്ന രാവണനെ വളരെ കൊഞ്ചിക്കൊണ്ട് ആദരവോടെ സ്വീകരിച്ച ആളാണ് ആര്? സീത. ആണോ അല്ലയോ? ആ ലക്ഷ്മണനേക്കാൾ സുരക്ഷിതത്വം ആരിലാ കണ്ടത്? രാവണനിലാണ് കണ്ടത്. നിങ്ങൾ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ തരത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളിൽ അപകടം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇന്ന് ഇതേ അപകടം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവാൻ കാരണം ആ കുട്ടികളിൽ അങ്ങനൊരു ആത്മീയ ബന്ധം അച്ഛനോടും അമ്മയോടും ഇല്ലാതെ പോയി. ഇന്ന് ഇത് കൂടി വരാൻ കാരണം രാവിലെ എണീറ്റ ട്യൂഷൻ, അത് കഴിഞ്ഞാൽ സ്കൂൾ, അത് കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ. ഈ ട്യൂഷനും സ്കൂളും ക്ലാസ്സും എൻട്രൻസ് കോച്ചിങ്ങും ഇതല്ലാത്ത ഒരു ആത്മീയ ബന്ധം
അച്ഛനമ്മമാരോടുള്ള കുട്ടികൾ പറയൂ നിങ്ങൾ. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കുട്ടി ടെൻഷനും സ്ട്രെസ്സും അടിക്കുമ്പോൾ നീ മാലാഖയാണ്, നീ ഭൂമിയിലെ മുത്താണ്, നീ പൊന്നാണെന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖവും ആശ്വാസവും കേൾക്കുമ്പം പിന്നെ അങ്ങനെ ചാരി കടന്നുപോയി, എന്തു ചെയ്യാൻ പറ്റും? പക്ഷെ അത് ചാരുന്നത് ലാസ്റ്റ് ചാരലായിരുന്നു എന്നുള്ളത് ഇതുണ്ടോ വല്ലതും അറിയുന്നത്? മനസ്സിലാവുണ്ടോ? ഈ ഒരു ദുരിതമുണ്ടാക്കി വെച്ചതിൽ അച്ഛനമ്മമാർക്ക് പങ്കില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം അച്ഛനമ്മമാരെ അറിയാതെ പോയതെന്താണ്? കുട്ടികളിലൊരു ഇമോഷണൽ മൈൻഡുണ്ടെന്നും അതിനൊരു ഡിവോഷണൽ പവറിലേക്ക് ഉയർത്തിയില്ലെങ്കിൽ അവർക്കൊരിക്കലും മെൻ്റൽ പവർ ഉണ്ടാവില്ല. ഈ ഡിവോഷണൽ പവർ കൊണ്ട് വേണം ഈ കറക്കത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു കിടക്കാൻ. ഒരു ഗ്രിപ്പ് വേണ്ടേ? പിടിവള്ളി വേണ്ടേ? പിടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? വേണ്ടയോ? നിങ്ങൾ ഹരിദ്വാറിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഹരിദ്വാറിൽ അവിടെ ഗംഗയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്ത് അവിടെ ഒഴുക്കുള്ളതുകൊണ്ട് കമ്പി നല്ലവണ്ണം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ധാരാളം കമ്പികൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിൽ ചങ്ങല ഇട്ടിട്ടുണ്ട്. ഈ ചങ്ങല പിടിച്ചുകൊണ്ട് വേണം ആളുകൾ പറയൂ മുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവൻ ചിലപ്പോൾ ചില സമയത്ത് ഭർത്താവ് പറയും, എടി വേണ്ട ഞാൻ കൈ പിടിച്ചോളാം. അത് ജന്മം കൊടുക്കില്ല ഭാര്യ കൈ. ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഒരിക്കലും മുങ്ങില്ല. കാരണം ഒരു ധൈര്യക്കുറവ്, എന്തെങ്കിലും കാരണവശാൽ പിടുത്തം വിട്ടാൽ പിന്നെ അങ്ങ് സംഗമത്തിൽ, ത്രിവേണി സംഗമത്തിൽ, പിന്നെ കുംഭമേളയാണ്, ജീവിതം അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഉറപ്പ് വേണം. ഗംഗയിലാണ് കുളിക്കുന്നത്, അതുകൊണ്ട് സദ്യോ മുക്തി, പെട്ടെന്ന് മോക്ഷം കിട്ടാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ കുളിക്കുന്ന സമയത്ത് ആ ചങ്ങല പിടിച്ച് മുങ്ങുമ്പോൾ ആ കുത്തൊഴുക്കിൽപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ വീണു പോവാതിരിക്കാൻ ഒരു ചങ്ങല പിടിക്കാൻ വേണ്ടേ? വേണ്ടയോ? അത് തന്നെയാണ് ഈ ഒരു അനുഷ്ഠാനം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഷ്ഠാന ജീവിതം കുട്ടികളിലേക്ക് എങ്ങനെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിക്കുക വേണം. നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങരുത്, മനസ്സിലായില്ലേ? നമ്മളെങ്ങനെങ്കിലും നമ്മുടെ കൊച്ചു കുട്ടികളിൽ കുറച്ച് നാമജപവും ഭഗവത്ഗീത പോലുള്ള കൃതികളും ഒന്ന് പഠിച്ചെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെങ്കിലും ഒരു വലിയ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇതിനൊരു പ്രയത്നം നമുക്ക് ഇത്തിരി വൈകിപ്പോയി. ഇപ്പോൾ നമുക്കൊരു തിരിച്ചറിവിൻ്റെ കാലമാണ്. കാരണം ഇപ്പോൾ ഹിന്ദുവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് വളരെ ഉറപ്പിച്ച് മനസ്സിലാക്കും നിങ്ങൾ. ഒരു തലമുറ മറ്റൊരു തലമുറയിൽ നിന്നും വളരെ വലിയൊരു അകലത്തിലാണ് നിൽക്കുന്നത്. ബാഹ്യമായി അച്ഛനും അമ്മയും മക്കളൊക്കെ ബന്ധമുണ്ടെന്ന് തോന്നും. ആന്തരികമായി അവരുടെ മനസ്സും അച്ഛനമ്മമാരുടെ മനസ്സും അവർക്ക് പറയൂ വലിയൊരു അകലത്തിലേക്കായിപ്പോയി. ഉണ്ടോ ഇല്ലയോ? ആണോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകളും നിങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു പരിതാപത്തിൽ, ഒരു വിഷമത്തിലിരിക്കുന്നവരാണ്. കാരണം നമ്മുടെ റൂട്ടിലേക്ക് മക്കളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എവിടെയോ ഞങ്ങൾ പറയുന്നതൊന്നും അവർ അനുസരിക്കില്ല. അവരുടെ ആ ഒരു തന്നിഷ്ടം, അവരുടെ ഒരു ഇഷ്ടമുള്ളൊരു ജീവിതം നയിക്കാൻ അവർ വളരെയധികം അഹങ്കാരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവത്തിലേക്ക് അവർ ശരിയാണോ പറയുന്നത്? ശരിയാണോ? ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റതായിരിക്കും. വേദവ്യാസ മഹർഷിയെക്കുറിച്ച് പറയുമ്പോൾ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധി എന്ന് പറയും. ആ ദീർഘവീക്ഷണം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളത് അത്ര ഉൾക്കൊണ്ടില്ല. കാരണം നമ്മൾ ഇങ്ങനൊരു അപകടമുണ്ടാവുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നന്നാകുമെന്നൊരു ധാരണയിലായിരുന്നു നമ്മൾ. പക്ഷേ വിദ്യാഭ്യാസവും മനുഷ്യൻ്റെ മനസ്സും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ടാവുന്നല്ലാതെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പം മനസ്സിനെ ഉയർത്തിയാൽ മാത്രമേ, മനസ്സിനെ ഡിവോഷണലാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിയിൽ മാനസിക പരിവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ.
ഇതാണ് ഇവിടെ ഉറുമ്പിൻ്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അതായത് കറക്കത്തിനനുസരിച്ച് കറങ്ങുമ്പോഴും ക്രമേണ ആ കറക്കത്തിൻ്റെ തീവ്രതയിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ജീവിതത്തിൽ പല നഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. അതിന് മനസ്സിനെ തയ്യാറാക്കുക, മനസ്സിനെ അതിലേക്ക് ഉയർത്തുക. മനസ്സിലായില്ലേ?